नरेंद्र मोदी सरकार വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നൊരു നേരത്ത് കയ്യം കെട്ടി വീട്ടിലിരിക്കാൻ ഹലോ മിസ്റ്റർ മോദിജി, രാജിവെച്ച് പോവുന്നത്. ഏറെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അടക്കം ഇന്നലെ തെരുവിൽ വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു സമരവുമായി KSUവിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ഏറെ പ്രിയങ്കരനായ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ MS അനീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സമരത്തിന് നേതൃത്വം നൽകിയ കൊല്ലം ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ശ്രീ അൻവർ സ്പീക്കർ, ഇവിടെ കടന്നു വന്നിട്ടുള്ള ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ കൃഷ്ണൻ J, താറുമാറാക്കിയ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവുമില്ലാതെ, ഒരു കൊടിയുടെയും തണലില്ലാതെ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയെ അട്ടിമറിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ ഇന്നലെ പോലീസ് നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഈ മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധി അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇന്നലെ കടന്നു വന്നപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ MP-മാരുൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു: ഈ രാജ്യത്ത് വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം വന്നാൽ കോൺഗ്രസ് പാർട്ടി അവർക്കൊപ്പമുണ്ട്, കേരള വിദ്യാർത്ഥി യൂണിയൻ അവർക്കൊപ്പമുണ്ടെന്ന് പറയുന്നതായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തലസ്ഥാന നഗരിയിലും ഇന്നുമൊട്ടാകെ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരവുമായി കടന്നു പോവുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ആദ്യം തന്നെ ഇത്തരത്തിലൊരു ഉജ്ജ്വലമായ ഒരു മാർച്ചുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഈ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ സെക്രട്ടറിമാരായ സയ്യിദ്, റിജോ, ജോജിൻ, ആദി SP, ബ്ലോക്ക് പ്രസിഡന്റുമാരായ മുഹമ്മദ് നബി, അഫ്സൽ അടക്കം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയാണ്.
നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാസിസത്തിനെതിരെ വിദ്യാർത്ഥികൾ ഒന്നിച്ചപ്പോൾ ആ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതിയാണ് ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ യദുകൃഷ്ണൻ MJ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരവുമായി ദേശീയ തലത്തിൽ ഇവിടുത്തെ യുവാക്കൾ ഇന്ന് തെരുവിലാണ്. നിരവധി ദിവസങ്ങൾ സമരം കിടന്നിട്ടും പട്ടിണി കിടന്നിട്ടും മുട്ടിലെഴിഞ്ഞിട്ടും കാണാത്ത സർക്കാരിനെതിരെ ഒരു വലിയ പ്രക്ഷോഭവുമായി ഇന്ത്യയിലെ യുവാക്കൾ ഒന്നടങ്കം അങ്ങ് പാർലമെന്റിലേക്ക് നടന്നു ചെന്നപ്പോ കഴിഞ്ഞ ദിവസം കണ്ടത് തീർത്തും നരനായിട്ടാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ, ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ യൂണിഫോം പോലും ഇല്ലാത്ത അതിനകത്ത് സംഘപരിവാറിന്റെ ഗുണ്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാരടക്കം, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം ഇന്നലെ നരേന്ദ്രമോദിയുടെ വീടിന്റെ മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കടന്നു എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ പ്രതിഷേധ മാർച്ചുമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നായകൻ ശ്രീ രാഹുൽ ഗാന്ധി കടന്നു ചെന്നപ്പോ വളരെ മൃഗീയത്തിലേക്കുള്ള ഗുണ്ടാ പ്രവൃത്തിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സംവിധാനം മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. നിങ്ങളോട് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളുടെ പാർട്ടിയുടെ നായകനായ ശ്രീ രാഹുൽ ഗാന്ധിയെ വലിച്ചടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചെറിയുന്നത് എന്ന് പറഞ്ഞു വെക്കുവാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. ഇന്ന് ഇന്ത്യയിലെ യുവാക്കളെല്ലാം തെരുവിലിറങ്ങി യുവാക്കളുടെ സമരത്തെ ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് തെരുവിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തൊട്ടാകെ ഇന്ന് സമരകലുഷിതമായി മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 22 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ മരണപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിലുമുണ്ട്. ഐജ മഹേഷ് എന്ന് പറയുന്ന കാസർഗോഡുകാരിയായ പാലാ ബ്രില്ലിൻസിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരിയും ആത്മഹത്യ ചെയ്ത് ഈ കേരളത്തിലാണ് എന്ന് നമ്മളെല്ലാവരും ഞെട്ടലോട് കേട്ട വാർത്തയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കലാപത്തിന് 90-ലധികം പരീക്ഷകൾ നിരന്തരമായി ഇങ്ങനെ പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുകയാണ്. ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ നമുക്ക് പറയാം ഇത് സിസ്റ്റത്തിന്റെ ലൂക്സ് ആണെന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ കാലയളവിൽ ഇങ്ങനെ വിവിധ ഏജൻസികൾക്ക് ചോദ്യപേപ്പറുകൾ നൽകിക്കൊണ്ട് ഈ പരീക്ഷകളൊക്കെ അട്ടിമറിക്കുവാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറെടുത്ത് കൊണ്ടുപോയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഈ ഗവൺമെന്റിനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, മുൻപ് ഇന്ത്യയിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായതിന്റെ പേരിൽ, അതിന്റെ അക്കൗണ്ടബിലിറ്റിയുടെ പേരിൽ രാജ്യത്തെ റെയിൽവേ മന്ത്രി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന്റെ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിമാർക്ക് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേവലം ഒരു കോടതി പരാമർശത്തിന്റെ പേരിൽ വിവിധ മന്ത്രിമാർക്ക് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 90 തവണയോളം പരീക്ഷയിൽ ചോദ്യപേപ്പറുകളടക്കം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇവിടുത്തെ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള മന്ത്രിമാർക്ക് രാജിവെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ അക്കൗണ്ടബിലിറ്റി എവിടെയാണ്? ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ ഗവൺമെന്റിന് എന്ത് പ്രതിബദ്ധതയാണുള്ളതെന്ന് വീണ്ടും MSU അടക്കമുള്ള സംഘടനകൾ ചോദിച്ചു പോവുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ അഭിജിത് ദിപ്കെ അടക്കമുള്ള ആളുകൾ തുടങ്ങിയ CJP എന്ന് ജിന്ദാബാദ്
പട്ടികളെ നമ്മൾ ഇതിനകത്തേക്ക് കയറി വന്നത്. അല്ലാതെ കേരളത്തിലെ പോലീസിന്റെ മക്കത്ത് കയറാൻ KSUവിന് നിലവിൽ താല്പര്യമില്ല. പക്ഷേ ഞങ്ങളുടെ വിദ്യാർത്ഥിക്ക് മേൽ കുതിര കയറാൻ നിങ്ങൾ തയ്യാറായാൽ KSUവിന്റെ മറ്റൊരു ഭാഗം ഞങ്ങൾ കാണിക്കേണ്ടി ഇതൊരു സൂചന മാത്രമാണ്. രാജ്യവ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഒരു സൂചനാ സമരം മാത്രമാണ്. പോസ്റ്റ് ഓഫീസിന് മുമ്പിലെ ബാരിക്കേഡിൽ ഞങ്ങൾ കേട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ മര്യാദ ഈ പോസ്റ്റ് ഓഫീസിന്റെ 2 ചെറിയ വാതികളുടെ മുമ്പിൽ ഞങ്ങൾ നിർത്തി എന്നുള്ളത് KSUവിന്റെ രാഷ്ട്രീയ മര്യാദയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയാണ്. രാജ്യവ്യാപകമായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമായി നമ്മൾ തുടരുകയാണ്. ആ രാജി തുടരും വരെ കേരളമാകെ രാജ്യമാകെ നമ്മൾ പ്രതിഷേധവുമായി തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് KSUവിന്റെ ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, മാനമുണ്ടോ 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 ആളിക്കത്തി പടരട്ടെ സിന്ദാബാദ് സിന്ദാബാദ് KSUI സിന്ദാബാദ് 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 KSUI സിന്ദാബാദ് ഞങ്ങൾ ഉറക്കെ വിളിക്കുന്നു രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ നായകനെ രാഹുൽ ഗാന്ധി നായകനെ രാഹുൽ ഗാന്ധി നായകനെ ഓരോ ചുവടും മുന്നോട്ട്